ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ വീട്ടിൽ വളരെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറ്റാർവാഴ ജെല്ലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കറ്റാർവാഴ ജെല്ല് ഉണ്ടാക്കുന്ന ഒരു രീതികളെ പറ്റി നോക്കാം. ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊരു സാധനങ്ങളും ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നില്ല. ഒരു സാധാരണ എങ്ങനെ നമുക്കിത് ഒരാഴ്ചത്തേക്കെങ്കിലും വൃത്തിയിൽ ശേഖരിച്ച് വെക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ സൈഡ് ഭാഗത്ത് ചെറിയ മുള്ള് പോലത്തെ ഭാഗങ്ങളുണ്ട്. അത് നമ്മളാദ്യം എടുത്ത് കളയുന്നുണ്ട്. എടുത്ത് കളഞ്ഞപ്പോൾ ഇത് മുറിച്ചെടുത്ത് 2-3 പ്രാവശ്യം നമ്മൾ പൈപ്പ് വെള്ളത്തിൽ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. ഈ ഒരു അറ്റത്ത് ഒരു സൈഡിൽ നമ്മൾ മുറിച്ചെടുക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ കറയുണ്ടാവും. ആ കറ മാറണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം അതിങ്ങനെ കുത്തനെ വെക്കും. ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയോ ചെയ്താൽ അതിൻ്റെ ഒരു പശവശപ്പ് ഒന്ന് ചെറുങ്ങനെ പോയി കിട്ടും. എന്നിട്ടിപ്പോൾ ആ ഭാഗം അങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുള്ളത്. കാരണം അത് നമുക്ക് അലർജി, അതുപോലെ ചൊറിച്ചലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ജെല്ല് ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഇത് നമ്മൾ ചെറിയ പീസാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ശരിക്കും ആവശ്യം വരുന്നത്. എന്നാൽ ഈ ഒരു ടൈപ്പ് നമ്മൾ എടുത്ത് കളഞ്ഞാലും അത് നമുക്ക് തലയോട്ടിയിൽ പിടിപ്പിക്കുക, കുളിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് തലയോട്ടിയിൽ ചേർത്ത് വെക്കാനും ഒക്കെ പറ്റും. അങ്ങനെ അരച്ച് വൃത്തിയാക്കാൻ താരനോ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും. ഇത് മുഖത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ ചെറുനാരങ്ങ ഇതൊക്കെ ചേർത്ത് മുഖത്ത് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗമാണ് ഇത്രയും ഉറപ്പുള്ളൂ. രണ്ടല്ലേ ഇതിങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇതിൻ്റെ ചെറിയൊരു പശയുണ്ട്. ഈ പശയൊന്ന് ചെറുങ്ങനെ ഒന്ന് പോയി കിട്ടുന്നവരെ നമ്മൾ ഈ വെള്ളത്തിൽ ലേശ നേരം ഒന്നിട്ട് വെക്കാണ്. ഇതൊരു 10 മിനിറ്റ് നേരം കഴിഞ്ഞ ശേഷം ഒന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ ഇട്ടുന്ന ഈ ഭാഗം മാത്രമാണ് ആവശ്യമുള്ളത്. ഈ ഒരു ഭാഗമായാലും നമുക്കത് കളയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് തലയോട്ടിയിൽ ഉരച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇത്രയും ഭാഗം നല്ല കളറിൽ ഇതിൻ്റെ അകത്ത് ധാരാളം ജെല്ലുകളുണ്ട്. ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ തോല് മാറ്റി വെച്ചിട്ടുണ്ടല്ലേ, ഇതുപോലെ ഉണ്ടാവും. ഇതായാലും കളയേണ്ട സാധനങ്ങളല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് രണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. ഇത് ചെറിയൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാം. ഇതിനകത്ത് ചെറുങ്ങനെ പച്ചപ്പുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഭാഗത്തുണ്ടല്ലേ. അപ്പോൾ ഇത് ചെറുങ്ങനെ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മിക്സിയിലിട്ടടിക്കാം. പിന്നെ ഈ തോല് ഇത് കളയേണ്ടതേ അല്ല. ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടാവും ഒരുപാട് വെള്ളം ഇതിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അല്ല ഇതെന്നാ വേണ്ടതെന്ന് വെച്ചാൽ
ചെമ്പരത്തി ഇലയുണ്ട്, ചെമ്പരത്തിയും കൂടെ ഇതിൻ്റെ കൂടെ അടിച്ചെടുക്കുക. ഇതും ചെമ്പരത്തിയും കൂടെ മിക്സാക്കി മിക്സിയിലിട്ട് അടിച്ചിട്ട് തലയിൽ തേച്ച് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. നല്ല തണുപ്പ്, തലയിൽ തണുപ്പുണ്ടാകുന്ന വിധത്തിൽ മുടി വളരാനും അതുപോലെ താരൻ മാറാനും തലക്ക് കറുപ്പ് നിറം ലഭിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒന്നാണ് ഇത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് മാത്രമാണ്. അപ്പോൾ ജെല്ലിനെ നമുക്ക് ഒന്നുകിൽ വിസ്ക് ഉപയോഗിച്ച് അടിച്ചെടുക്കാവുന്നതാണ്, അതും അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് മുഖത്ത് മഞ്ഞൾപ്പൊടിയും മറ്റും ചേർത്ത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് മുഖത്ത് വെച്ചാൽ നല്ല ഗ്ലോ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് അല്ലാതായിട്ടും നമുക്ക് തേക്കാവുന്നതാണ്. ഇത് സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന ജെല്ല് രൂപത്തിൽ നമുക്ക് തന്നെ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാത്രങ്ങളിൽ നിറച്ചിട്ട് ഇതുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പോയി പോകുന്നില്ല. ഇത് മിക്സിയിൽ അടിച്ചില്ല, കാരണം ഇത് വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഇത് വിസ്ക് കൊണ്ട് ചെറുങ്ങനെ ആക്കി. ഇതിനകത്ത് കുറച്ച് പച്ചപ്പുണ്ട്, അതൊക്കെ കുഴപ്പമില്ല, അതെടുത്ത് കളയാം, അല്ലെങ്കിൽ അവിടെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഉപയോഗിച്ച് എടുത്ത് മുഖത്ത് തേക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. തലയിലാണെങ്കിൽ തലയിൽ തേക്കാം, താരം പോകാനൊക്കെ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. നമ്മുടെ ഒരു ഡപ്പിയിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.